ഒരിക്കൽ ഒരു കൊച്ചു സന്യാസി തന്റെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്കിവിടെ താമസിക്കുക സാധ്യമല്ല. എനിക്ക് ഇവിടെ നിന്നും മാറി ഒരു ശാന്തമായ സമാധാനമുള്ള ഒരു മഠത്തിലേക്ക് പോകണം. എന്താണ് കാരണം എന്ന് ഗുരു ആരാഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, ഇവിടെയുള്ള സന്യാസികൾ വളരെ ടോക്സിക് ആണ്. അവരെപ്പോഴും എന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നെഗറ്റീവായി സംസാരിക്കുന്നു. ദിവസം മുഴുവനും വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുന്നു. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജീവിച്ച് എന്റെ ആധ്യാത്മികമായ ജീവിതത്തെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ എന്നെ മറ്റൊരു മഠത്തിലേക്ക് പോകുവാൻ അനുവദിക്കണം. ഗുരു സമ്മതിച്ചു. എന്നാൽ അതിനു മുൻപ് അവസാനമായി തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്ന് ഗുരു അഭ്യർത്ഥിച്ചു. ഒരു സ്പൂൺ നിറയെ വെള്ളം എടുത്ത ശേഷം അദ്ദേഹം അത് ശിഷ്യനെ ഏൽപ്പിച്ചു. ഈ മഠത്തിന് ചുറ്റും ഈ സ്പൂണുമായി ഒരു തുള്ളി വെള്ളം പോലും കളയാതെ നടന്നാൽ ഞാൻ മറ്റൊരു മഠത്തിലേക്ക് പോകാൻ അനുവദിക്കാമെന്ന് ഗുരു പറഞ്ഞു. ഈയൊരു കാര്യം വളരെ വിചിത്രമായി തോന്നിയെങ്കിലും ഇത് ചെയ്തു തീർത്താൽ മറ്റൊരു മഠത്തിലേക്ക് പോകാമല്ലോ എന്ന് കരുതി ആ ശിഷ്യൻ വളരെ ശ്രദ്ധാപൂർവം ഫോക്കസ്ഡ് ആയി ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ ഒരു കാര്യം അദ്ദേഹം പൂർത്തിയാക്കി. അയാൾ വളരെ സന്തോഷത്തോടെ ഗുരുവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഗുരുവേ, ഞാനത് ചെയ്തു, ഒരു തുള്ളി വെള്ളം പോലും കളയാതെ. ഇനി എനിക്ക് മറ്റൊരു മഠത്തിലേക്ക് പോകാമല്ലോ? അയാൾ ചോദിച്ചു. ഗുരു പറഞ്ഞു, നിനക്കിനി പോകാം. എന്നാൽ പോകുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നീ ഈ സ്പൂണുമായി മഠത്തിന് ചുറ്റും നടന്നപ്പോൾ നിന്റെ ചുറ്റുമുള്ള ആളുകളെയോ അവർ ചെയ്ത കാര്യങ്ങളെയോ നീ ശ്രദ്ധിച്ചോ? മറ്റുള്ള സന്യാസികൾ പരദൂഷണം പറയുന്നത്, നിന്നെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്നത് നീ കേട്ടോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ എന്റെ സ്പൂണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് നടന്നത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഗുരു പറഞ്ഞു, നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നാൽ മറ്റുള്ളവർ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ നിനക്ക് സമയം കിട്ടുകയില്ല. നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവായ ആളുകളെ ഒഴിവാക്കുക സാധ്യമല്ല. ലോകത്തിൽ എവിടെ പോയാലും നെഗറ്റീവായ ആളുകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ ഗോൾസിൽ, ലാർജർ പർപ്പസിൽ മാത്രം ഫോക്കസ്ഡായി നടന്നാൽ ചുറ്റും കേൾക്കുന്ന നെഗറ്റീവായ സംസാരങ്ങളും വാക്കുകളും വെറും സ്വരങ്ങളായി, നോയ്സസ് ആയി മാത്രം മാറും.